എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ക്ലാസ്സസ് ഒക്കെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നതിലും അഭിപ്രായം അറിയിക്കുന്നതിലും ഒക്കെ വളരെ സന്തോഷം. നമ്മൾ കുറേ ദിവസമായി വലിയൊരു ക്ലാസ് കണ്ടിട്ട് ആക്ച്വലി കുറച്ച് കാര്യങ്ങളുമായിട്ട് തിരക്കിലായിപ്പോയി. അതാണ് ക്ലാസ് തരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ചില കാര്യങ്ങളിൽ തിരക്കിലായിപ്പോയത് കൊണ്ടാണ്. എല്ലാവരോടും സന്തോഷം മാത്രം അറിയിക്കുന്നു. ക്ലാസ്സുകൾ കാണുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതിനും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പതിവായി തെറ്റിക്കുന്ന 10 വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ് അത് സംസാരിക്കുക. അയ്യോ ശരിയായോ തെറ്റാണോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ. അതിങ്ങനെയാണോ എന്നൊക്കെ ആലോചിക്കുന്നവര് ഞാൻ പറഞ്ഞത് ശരിയായോ. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനും ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ആയാലും എഴുതി വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പൊ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 വാക്കുകളാണ്. അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇനി ഫ്യൂച്ചറിൽ അത് മാറിപ്പോവില്ല. ഈ ക്ലാസ് ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ യുവർ ഓൾ ഓവർ ലൈഫ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇവിടെയും ബിസിനസിന്റെ മീറ്റിംഗ് ഒരു എന്തെങ്കിലും ഡിസ്കഷൻ സംസാരം അങ്ങനെയുള്ളൊക്കെ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് വരുന്ന കുറച്ച് വാക്കുകളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പൊ അത് വേർഡ്സ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. എങ്ങനെയാണ് അത് കൺഫ്യൂഷൻസ്, എന്താണ് അതിന്റെ മീനിങ്, എന്തുകൊണ്ടത് തെറ്റാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ ക്ലാസ് കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് യു ആർ. ഓക്കെ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണിത്. അപ്പൊ ഇതിന്റെ മീനിങ്, കൃത്യമായിട്ടുള്ള മീനിങ് എന്താണെന്നും അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും ഞാനിവിടെ പറഞ്ഞുതരാം. ഇവ രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും അറിയാലോ. ഓക്കെ, പക്ഷെ എഴുതുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. യുവർ എന്നത് നിങ്ങളുടെ എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ യു ആർ എന്നതിന്റെ ചുരുക്കെഴുത്ത്, യു ആർ എന്നത് ചുരുക്കെഴുത്താണ് യുവർ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. യുവർ ബാഗ് ഈസ് ഓൺ ദി ടേബിൾ, യു ആർ എ ഗുഡ് ഫ്രണ്ട്. ഇങ്ങനെയാണ് രണ്ട് വേർഡ്സ്. നമ്മൾ വിചാരിക്കുന്നത് കൺഫ്യൂഷൻ, പക്ഷെ ഇത് രണ്ടും ഒരേ മീനിങ് ആണ്. ഓക്കെ, നിങ്ങൾ ഒരു നല്ല സുഹൃത്താണ്, നിങ്ങളുടെ ബാഗ് മേശ. നിങ്ങളുടെ എന്നും വരുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് വരുന്നുണ്ട് മീനിങ്. പക്ഷെ എഴുതുമ്പോഴേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല, ഒരേ അർത്ഥത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് there, they are, there. ഈ 3 വാക്കുകളും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, പലരും മാറിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബിക്കോസ് അറിയാത്തത് കൊണ്ടല്ല, അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം അല്ലെ. there അവരുടെ എന്ന അർത്ഥം വരുന്ന ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതാണ്. they are എന്നതിന്റെ ചുരുക്കെഴുത്താണ് രണ്ടാമത്തെ there. ഓക്കെ, മൂന്നാമത്തെ there എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ 3ന്റെ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ഫ്രം യുവർ ഓൺ നിങ്ങളുടെ വേയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, എന്നിട്ട് എഴുതുക, എക്സ്പീരിയൻസ് ചെയ്യുക, മീൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, their house is new, അവരുടെ വീട് പുതിയതാണ്. അപ്പൊ ഒന്നിന്റെ മീനിങ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. their എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ, their house is new, their car is new, their school is new, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, പുതിയ. their അവരുടെ. ഓക്കെ, അതാണ് മീനിങ്. നെക്സ്റ്റ് വൺ, അവർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ എന്താണ് പറയുക, they are going to the market, they are. ഓക്കെ, അപ്പൊ അവിടെ there എന്ന് പറയില്ല, they are going to the market, അത് സെക്കൻഡ് ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. നെക്സ്റ്റ്, ആ പെട്ടി അവിടെ വെക്കൂ എന്ന് പറയുമ്പോൾ put the box over there, there അവിടെ. ഓക്കെ, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് there ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അടുത്തത് നമുക്ക് നോക്കാം. അത് എല്ലാവർക്കും അറിയുന്നതാണ് ടു. 3 ഒരുപോലെയാണ്, പക്ഷെ നിങ്ങൾ ലെറ്റർ സ്പെല്ലിങ് കേട്ടോ, സ്പെല്ലിങ് ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ 3 വാക്കുകൾ എല്ലാവർക്കും അറിയാം. ടു എന്താണ് എല്ലാത്തിനും. പക്ഷെ പറയുമ്പോൾ ഒരേ പ്രൊണൗൺസിയേഷൻ ആണ്. പക്ഷെ സെന്റൻസിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ സെന്റൻസ്, ഞാനൊരു സെന്റൻസ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് മാറ്റം, ആ സെന്റൻസിനനുസരിച്ച് നിങ്ങൾ മീനിങ് എടുക്കണം. ഓക്കെ, ടു എന്ന് പറയുന്നത് ഒരു ദിശയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ പ്രിപ്പോസിഷൻ ആയിട്ടും യൂസ് ചെയ്യുന്നു. ടു എന്ന് പറയുന്നത് വളരെ, ടു മച്ച് കേട്ടിട്ടുണ്ട്.
പിന്നെ അങ്ങനെയുള്ള വളരെ, കൂടാതെ എന്നൊക്കെ അർത്ഥം വരും. ടു എന്ന് മൂന്നാമത്തെ ടു സംഖ്യയായ രണ്ടിനെ സൂചിപ്പിക്കും. അത് എല്ലാവർക്കും അറിയാലോ. നമ്പർ 2 ആണ്. ടു എന്നുള്ളത് സംഖ്യയാണ്. ഓക്കെ, അതാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ഗോയിങ് ടു ദ ഓഫീസ്. ഞാൻ ഓഫീസിലേക്ക് പോയാണ്. എവിടെയാണ് ടു വന്നിരിക്കുന്നത്? ഗോയിങ് ടു ഒരു ദിശയെ സൂചിപ്പിക്കാനായിട്ട്. ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്, ഐ എം ഗോയിങ് ടു ദ എയർപോർട്ട്, ഐ എം ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ടു ഒരു ദിശയെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ടു ചെയ്യുന്നത്. ഫസ്റ്റ് ടു. ഓക്കെ, ആദ്യത്തെ ടു. രണ്ടാമത്തെ ടുവിന്റെ മീനിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വളരെ അല്ലെങ്കിൽ കൂടാതെ. അപ്പൊ അതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു ഹോട്ട് ഔട്ട് സൈഡ്. പുറത്ത് നല്ല ചൂട്. ഇറ്റ്സ് ടു കോൾഡ് ഔട്ട് സൈഡ്. അങ്ങനെ നമ്മൾ പറയും. ഇറ്റ്സ് ടു ഹോട്ട് ഔട്ട് സൈഡ്. ടു ഡിഫിക്കൽട്ട് അങ്ങനെയൊക്കെ പറയാറില്ലേ? വളരെ ഡിഫിക്കൽട്ട് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് എന്താ പറയാ, കൂടുതൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റ്സ് ടു എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എല്ലാവർക്കും അറിയാവുന്ന നമ്പർ 2, നമ്മള് നമ്പറിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. I have 2 pens, I have 2 houses, I have 2 cars, I have 2 children. ഇങ്ങനെയൊക്കെ പറയില്ലേ നമ്മള്? I have 2 kids. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ നമ്പർ ഈ ടു നിങ്ങൾ മാറാൻ പാടില്ല. എങ്ങനെയാണ് യൂസ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. ഇനി നമ്മൾ നാലാമത്തതാണ് ലൂസ്. ഇതെല്ലാവരും ലോസ് എന്ന് പറയും, ലൂസ് എന്ന് പറയും. ഓക്കെ, പ്രൊണൗൺസിയേഷൻ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുമെങ്കിലും പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ ഒരേപോലെ ഉണ്ടാവും. ഓക്കെ, രണ്ടിനും ഒരേ ഉച്ചാരണമാണ് എല്ലാവരും സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മീനിങ് ലൂസ്. ഷർട്ട് ഈസ് വെരി ലൂസ്. നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലെ. അപ്പൊ വലിയ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നമ്മള് രണ്ടാമത്തെ ലൂസ് വരുമ്പോഴാണ് ഡോണ്ട് ലൂസ് യുവർ കീസ്. ഓക്കെ, ഡോണ്ട് ലൂസ് യുവർ കീസ് എന്ന് പറഞ്ഞാൽ കീ നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല. പക്ഷെ സ്പെല്ലിങ് ചെക്ക് ചെയ്യുക, എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്നത് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എഫക്ട് ആൻഡ് എഫക്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂൾസിലൊക്കെ ഇത് വരാറുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഏതാണ് സെന്റൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിടാം. അപ്പം മെയിൻലി എഫക്ട് എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, വെർബാണ്. സ്വാധീനിക്കുക, എഫക്ട് എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, എഫക്ട് എന്ന് പറഞ്ഞ ഒരു നൗണാണ്. ഫലം, സ്വാധീനം എന്നൊക്കെയാണ് അർത്ഥം വരിക. എഫക്ട് ഓക്കെ, ഒരു റിസൾട്ടാണ് എഫക്ട് എന്ന് പറഞ്ഞാൽ. അതിന്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും. നമ്മൾ സൈഡ് എഫക്ട്സ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതാണ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ദ വെദർ വിൽ അഫക്ട് അവർ പ്ലാൻസ്. കാലാവസ്ഥ നമ്മുടെ പദ്ധതികളെ ബാധിക്കും. എഫക്ട് ആണ്. ദ മെഡിസിൻ ഹാഡ് എ സ്റ്റോറേജ് എഫക്ട് ഓൺ ഹിം. സ്ട്രോങ് എഫക്ട് ഓൺ ഹിം. സ്ട്രോങ് എഫക്ട് ഓൺ ഹിം. ഓക്കെ, സൈഡ് എഫക്ട് അങ്ങനെയൊക്കെ പറയില്ലേ. അതിന്റെ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. എഫക്ട് ആൻഡ് എഫക്ട് ശ്രദ്ധിക്കുക, മീനിങ്, എന്നിട്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യുക. കൂടുതൽ സെന്റൻസസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതിന്റെ കൂടുതൽ യൂസേജസ് മനസ്സിലാവും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മിസ്റ്റേക്സ് നമ്മൾ ചിലപ്പോൾ പ്രൊണൗൺസിയേഷനിൽ മിസ്റ്റേക്ക്, ഇൻ കേസ് നിങ്ങൾ എഫക്ട് എന്ന് എഴുതിയിട്ട് എഫക്ട് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ പറഞ്ഞ മീനിങ്സും ഇതിൽ പറഞ്ഞ സെന്റൻസ് എവിടെയാണോ ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങളുടേതായ സെന്റൻസസ് ഉണ്ടാക്കുക. എന്നിട്ട് ഇനി മിസ്റ്റേക്സ് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുക. പിന്നെ ദെൻ ആൻഡ് ദാറ്റ്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് പിന്നീട് എന്നുള്ള, അപ്പോൾ എന്നുള്ള അർത്ഥമൊക്കെ ആയിട്ടാണ് ദെൻ. ദാൻ എന്ന് പറയുമ്പോൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് വി മീറ്റ് ദെൻ വി വാച്ച് മൂവി. ഫസ്റ്റ് വി മീറ്റ് ദെൻ വി വെന്റ് ഫോർ എ മൂവി, ദെൻ വി വെന്റ് ടു മാർക്കറ്റ്. അങ്ങനെയൊക്കെ പറയല്ലേ. നമ്മൾ ആദ്യം കണ്ടു, വി മെറ്റ് ഇൻ ടൗൺ, ദെൻ വി വെന്റ് ടു ഹാവ് ലഞ്ച്. അപ്പൊ നമ്മളിങ്ങനെ ദെൻ, അതിനുശേഷം, അപ്പോൾ, പിന്നീട് എന്നൊക്കെ പറയുന്നത് ആ രീതിയിലാണ് ദെൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ദാൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ദാൻ യൂസ് ചെയ്യുന്നത്. ഹി ഈസ് ടോളർ ദാൻ മീ, ഹി ഈസ് ബിഗർ ദാൻ മീ, അല്ലെങ്കിൽ ഹി ഈസ് സ്ട്രോങ്ങർ ദാൻ മീ. അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഒരാൾ എന്നെക്കാളും സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ടോളർ ആണ്, എന്നെക്കാളും ബിഗ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, അങ്ങനെ നമുക്ക് കമ്പാരിസന് വേണ്ടി ദാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്സെപ്റ്റ് ആൻഡ് എക്സെപ്റ്റ്. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പറയുമ്പോൾ ആക്സെപ്റ്റ് ആയിരിക്കും, ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്ത് വരുന്നുണ്ട്. യൂസ് പറയുമ്പോൾ ആക്സെപ്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ്സ് നോട്ട് ദാറ്റ് വെരി ടഫ്. ലൈക്ക് നമുക്ക് എപ്പോഴും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കാം. ഐ ആക്സെപ്റ്റ് യുവർ അപ്രോച്ച്. ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് മീനിങ് വരിക. ഓക്കെ, എവരി വൺ കെയിം എക്സെപ്റ്റിംഗ്. ഒഴികെയെന്ന് പറഞ്ഞു.
എക്സെപ്റ്റ് ഹിം എവ്രി വൺ കെയിം നമ്മൾ പറയും. എക്സെപ്റ്റ് ഹിം അതേഴ്സ് വേർ ദേർ. ഓഫീസിലൊരു മീറ്റിങ്ങിന് ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും വന്നു. ഐ ആക്സെപ്റ്റ് യുവർ അപ്പോളജി. ഓക്കെ, അപ്പൊ നമ്മൾ ക്ഷമാപണം സ്വീകരിക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഈ 2 വേർഡ്സ് ശ്രദ്ധിച്ചു വെക്കുക. മിസ്റ്റേക്സ് ഇല്ലാതെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഇത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഹാസ് എന്നതിന്റെ ചുരുക്കമാണ്. ഓക്കെ, ഇറ്റ്സ് എന്നതിന്റെ അർത്ഥം വരുന്നത് ഉടമസ്ഥാവകാശം, ഒരാളെ ഓണർഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. ഒരു നല്ല ദിവസമാണ്, ഇതൊരു മനോഹര ദിവസമാണ്. ദ ഡോഗ് ബാക്ക്ഡ് ഇറ്റ്സ് ടെയിൽ. നായ അതിന്റെ വാലാട്ടി. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഡിഫറൻസ്? ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓണർഷിപ്പ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇറ്റ്സ് ടെയിൽ, ഇറ്റ്സ് ഒരു ഇറ്റ്സ് എന്താണ്, ഒരു കളർ, ഒരു സാധനത്തിന്റെ കളർ, അതൊക്കെ പറയുമ്പോഴേ നമ്മൾ ഇറ്റ്സ് എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കിപ്പം ഇറ്റ് ഹാസ് എന്നതിന്റെ പകരമായിട്ട് നമ്മൾ ഇറ്റ് ഈസ് യൂസ് ചെയ്യും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യണം. ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്, ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. അപ്പം നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി സെയിം, നമ്മൾ കേൾക്കുമ്പോൾ സെയിം ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. അതാണ് ഞാൻ ഈ മീനിങ് ഇവിടെ കൊടുത്തത്. ഒത്തിരി പേര് മിസ്റ്റേക്സും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത് ഉപയോഗിക്കാറ്, അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളേതായ സെന്റൻസ് ഉണ്ടാക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് തരിക. നമ്മൾ സെന്റൻസസ് അതിനാണ് നമ്മൾ ഒത്തിരി വായിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഒത്തിരി വായിക്കുമ്പോഴും ഒത്തിരി ഓഡിയോസ് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഡിഫറൻസ് മനസ്സിലാക്കാം. നമ്മുടെ സംസാരത്തിലും അത് ഓട്ടോമാറ്റിക് പ്രതിഫലിക്കും. അങ്ങനെയാണ് നമ്മളത് സംസാരത്തിൽ വരും. നമ്മൾ ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുമോ ഞാനിത് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്താലേ ഇതൊക്കെ അല്ല. നമ്മൾ ഇങ്ങനെയുള്ള സെന്റൻസസ് വായിക്കുമ്പോൾ ഓരോ യൂസേജസും, ഓരോ സെന്റൻസസിന്റെ യൂസേജും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാപ്ചർ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മിസ്റ്റേക്സ് ഇല്ലാതെ ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരും. പിന്നെ കോൺഷ്യസ്, പലപ്പോഴും കോൺഷ്യസ് എന്നത് നമ്മൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എന്താ, നമ്മൾ ബോധവാനായിരിക്കുന്നു എന്നാണ് ഈ കോൺഷ്യസ്. ഹി വാസ് കോൺഷ്യസ് ഓഫ് ദ നോയ്സ്. സൗണ്ട് ഉള്ളത് അയാൾ കോൺഷ്യസ് ആയിരുന്നു. അപ്പൊ അത് ആ കോൺഷ്യസ് എന്നുള്ള വേർഡ് നമ്മൾ ശരിയായിട്ട് തന്നെ ഉപയോഗിക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില ആൾക്കാർ നമ്മൾ ഇത് കോൺഷ്യസ് എന്നുള്ള വേർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു, മീൻസ് മീനിങ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വേർഡ് ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി സ്പെല്ലിംഗ് എറേഴ്സിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സാധാരണ യൂസ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഐ വിൽ ഡെഫിനറ്റ്ലി ബി ദേർ, ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മീനിങ് സെയിം തന്നെയാണ്. ഡെഫിനറ്റ്ലി നമ്മൾ തീർച്ചയായും, ഇങ്ങനെയൊക്കെ ഷുവർ, അങ്ങനെയാണ് അതിന്റെ മീനിങ് വരുന്നത്. Any confusions, any discussions, any clarification, if you require, let me know. കമന്റ് ബോക്സിൽ ഇടുക, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, സോ താങ്ക് യു എവറി വൺ ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. കീപ് ഗോയിങ്, കീപ് ലേണിംഗ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.